ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് അഷൂർ ബാസ്റ്റിയൻ സർവീസ് ആണ്. ഓക്കെ, അഷൂർ ബാസ്റ്റിയൻ സർവീസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അഷൂർ ബാസ്റ്റിയൻ അല്ല, വെറും ബാസ്റ്റിയൻ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജംബോക്സ്, ജംബോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് കേട്ടിട്ടുണ്ടോ? ഈ നമ്മൾ വെർച്വൽ നെറ്റ്വർക്കിന്റെ ക്ലാസ്സിൽ, ഓക്കെ, ഇവിടെയൊക്കെ നെറ്റ്വർക്കിന്റെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു വെർച്വൽ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞ പോലെ എന്ത് സംഭവം പഠിക്കുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോയാലും ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനീഷ്യലി നെറ്റ്വർക്കിന്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു ഓർക്കുന്നില്ലേ? നമ്മൾ ഫോർ എക്സാമ്പിൾ 2 സബ്നെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ സബ്നെറ്റിനകത്ത് ഇത് 2 സബ്നെറ്റ് ആണേ. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു VM പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് സബ്നെറ്റിൽ. ആ VMൽ ഞാൻ എന്ത് കൊടുത്തു, പബ്ലിക് IP കൊടുത്തു. അതേപോലെ രണ്ടാമതൊരു VM ഞാൻ രണ്ടാമത്തെ സബ്നെറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഈ VMന് ഞാൻ എന്ത് കൊടുത്തില്ല, പർപ്പസ്ഫുള്ളി പബ്ലിക് IP കൊടുത്തില്ല. ഓക്കെ, അപ്പം ഈ VM2ലേക്ക് നമ്മൾ എങ്ങനെയായിരുന്നു ആക്സസ് ചെയ്തത്? VM1ൽ നിന്നാണ് ആക്സസ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് ആ VM1 ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? അതായത് വെളിയിൽ നിന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് എൻ്റെ മിഷനായിട്ട് ട്രൈ ചെയ്യാണ് ആക്സസ് ചെയ്യാൻ. ഓക്കെ, ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ട്രൈ ചെയ്തു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഞാൻ എൻ്റെ ഡിവൈസിൽ നിന്ന് ഇങ്ങനെ ഇവിടെ വന്നിട്ട് പബ്ലിക് IP VM1ന്റെ പബ്ലിക് IP-യിലാണ് ശരിക്കും പറഞ്ഞാൽ എന്തായത്, കണക്ട് ചെയ്തത്. ഓക്കെ, ഇവിടുന്നാണ് ഞാനിത് VM2ലേക്ക് പ്രൈവറ്റ് IP വഴി എന്ത് ചെയ്തത്, ആക്സസ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ആക്സസ് ടൈപ്പിന് നമ്മൾ പറയുന്നത് എന്താണ്, ബാസ്റ്റിയൻ സർവേ. ഒരു ബാസ്റ്റിയൻ ടൈപ്പാണ് ബേസിക്കലി. ജംപ് ഹോസ്റ്റ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ബാസ്റ്റിയൻ എന്നല്ല, ജംപ് ഹോസ്റ്റ്. ഓരോ കമ്പനികൾ ഓരോരോ പേര് പറയും. ഓക്കെ, അപ്പോൾ ജംപ് ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ആണ്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെർവറിന് വേറൊരു സെർവറിലേക്ക് ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ സെർവറാണ് എന്ത്, ജംപ് ഹോസ്റ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ നമ്മൾ ഈ ഒരു VM ആയിരുന്നു ഈ ഒരു കോൺസെപ്റ്റിൽ എന്ത്, ജംപ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തത്. ജംപ് ഹോസ്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ വേറെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വേറെ മിഷൻ ഇവിടെ ഉണ്ട്, അതേപോലെ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഇവിടെ ഉണ്ട്. ഈ ഒരു മിഷൻസ് ഒക്കെ വേറെയുള്ള ഇതിന്റെ ബാക്കിൽ വേറെയും കുറേ സർവേഴ്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, വേറെ സബ്നെറ്റിൽ അതിനൊക്കെ പബ്ലിക് IP ഇല്ല, അതൊക്കെ പ്രൈവറ്റ് IP മാത്രമാണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ വരണം. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാം, മറ്റേ സർവേഴ്സിലേക്ക് എന്ത് ആക്സസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ വേറെ സെർവർ ഉണ്ട്, ഇവിടെ വേറെ സെർവർ ഉണ്ട്, ഇവിടെ വേറെ സെർവർ ഉണ്ട്. ഈവൻ ദോ ഇവിടെ തന്നെ വേറെ സെർവർ ഉണ്ടെങ്കിലും ഓക്കെ, എന്താണെങ്കിലും ഫൈൻ. ഓക്കെ, ഇതൊക്കെ പ്രൈവറ്റ് IP. ഞാനിപ്പം ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ബോക്സസ് ഒക്കെ മിഷൻസ് ആണ് വിത്തൗട്ട് പബ്ലിക് IP. ഓക്കെ, വിത്തൗട്ട് പബ്ലിക് IP. അപ്പോൾ എനിക്ക് ഈ മിഷനെ ഡിപ്പെൻഡ് ചെയ്യണം. ഈ VM1 എനിക്ക് എപ്പോഴും എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ VM1 ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ VM ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന് പറയുന്ന പേരായിരുന്നു ജംപ് ഹോസ്റ്റ്. ഓക്കെ, ജംപ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത്, നമുക്ക് നമ്മൾ ലെഗസി മെത്തേഡിലൊക്കെ നമ്മൾ ഓർഗനൈസേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക, ഓർഗനൈസേഷൻസിലൊന്നും എല്ലാ മിഷൻസിനൊന്നും എന്ത് കൊടുക്കില്ല, പബ്ലിക് IP കൊടുക്കില്ല. അത് സെക്യൂർ അല്ല. ഓക്കെ, അപ്പം നമ്മൾ സാധാരണഗതിയിൽ പ്രൈവറ്റ് IP ആണ് കൂടുതൽ മിഷൻസിനും കൊടുക്കുക. ഓക്കെ, പക്ഷേ നമ്മളിപ്പം വലിയ ഓർഗനൈസേഷൻ ഒന്നല്ല, ഓഫീസ് സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ഒരു കമ്പനിയാണ്. അങ്ങനെയൊക്കെയുള്ള സിനാരിയോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. നമ്മൾ വെളിയിൽ നിന്നുള്ള പോർട്ടലിൽ നിന്നൊക്കെ, നമുക്ക് അഷൂർ പോർട്ടലിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ വെളിയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ മിഷൻസ് ഒക്കെ ആക്സസ് ചെയ്യണം. അപ്പോൾ പബ്ലിക് IP കൊടുത്തില്ലെങ്കിൽ നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് 1-2 VMസിന് മാത്രം നമ്മൾ എന്ത് കൊടുക്കും, പബ്ലിക് IP കൊടുത്തിട്ട് ഒരു ജംപ് ഹോസ്റ്റ് പോലെ ആക്ട് ചെയ്യിക്കും. ഓക്കെ, സെക്യൂർ ആക്കി വെച്ചിട്ട് ഈ ഒരു സിനാരിയോയിൽ VM1 ജംപ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിന് പബ്ലിക് IP നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ഒരു മിഷനിലേക്ക് വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, മറ്റേ മിഷൻസിനൊക്കെ ആക്സസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സിനാരിയോയിൽ എന്താ പ്രശ്നം? ഈ സിനാരിയോ ഓക്കെ, ഇത് വർക്കിംഗ് ഫൈൻ ആണ്. ഇത് തന്നെയാണ് കുറെ കമ്പനികൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ സിനാരിയോ റിക്വയർമെന്റ് വന്നാലാണ്, ഇങ്ങനെയൊക്കെ റിക്വയർമെന്റ് വന്നാൽ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതായത് അവർക്ക് ഒരു 100 കണക്കിന് വെർച്വൽ മെഷീൻസ് ഉണ്ട്. ഓക്കെ, 100 കണക്കിന് വെർച്വൽ മെഷീൻസ് ഉണ്ട്. അവർക്ക് ആ മെഷീൻസ് വെളിയിൽ നിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് VPN ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിലാണ് ഇതൊക്കെ യൂസ് ആവുക. ഓക്കെ, പല സിറ്റുവേഷനിൽ വരും, നമുക്ക് അതൊക്കെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, എന്തൊക്കെ സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എല്ലാ 100 മിഷൻസിനും പബ്ലിക് IP കൊടുക്കാൻ പറ്റാത്തതിനെ കൊണ്ടല്ല, അതൊരു സെക്യൂർ മെക്കാനിസം അല്ല, അത് റെക്കമെൻഡഡ് അല്ല. എല്ലാ മിഷൻസിനും പബ്ലിക് IP കൊടുക്കാന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് അല്ല. കാരണം ആ 100 മിഷൻസിനകത്ത് നമുക്ക് കൂടുതലും ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സർവേഴ്സ് ആണ്. അതിനൊക്കെ പബ്ലിക് IP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി റിസ്ക് വളരെ കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്യാൻ പല കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പബ്ലിക് IP എപ്പോഴും എന്ത് ചെയ്യും, ഒഴിവാക്കും. എല്ലാ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക് IP ഒഴിവാക്കും. പബ്ലിക് IP കൊടുക്കാറേ ഇല്ല നമ്മൾ, സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 1-2 സെർവർ മാത്രം എന്ത് ചെയ്യും, ഈ ഒരു
പരിപാടിക്ക് വേണ്ടി യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജമ്പ് ഹോസ്റ്റ് പോലെ യൂസ് ചെയ്യും. ആ VM നമ്മൾ വളരെ സെക്യൂർ ആക്കും. പ്രോപ്പർ ആന്റിവൈറസ്, പ്രോപ്പർ സെക്യൂരിറ്റി മെക്കാനിസം, ഹാർഡനിങ്, എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ പാച്ചിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് നല്ല സെക്യൂർ ആക്കി വെക്കും ആ ഒരു VM. ആ VMലേക്ക് എൻഡ് യൂസേഴ്സിന് പുറത്തുനിന്ന്, ആർക്കൊക്കെയാണോ ആക്സസ് ഉള്ളത് അവർക്ക് പുറമേ നിന്ന് ആക്സസ് ചെയ്യാം. അവിടെ നിന്നിട്ട് അവർ എന്ത് ചെയ്യും? മറ്റേ VMസിനെ ആക്സസ് ചെയ്യും. RDP ആണെങ്കിൽ RDP, ഇനിയിപ്പം ലിനക്സ് ആണെങ്കിൽ SSH ഒക്കെ ഈ VM എന്നാണ് അവർ ചെയ്യുക. ഓക്കെ, ഇതാണ് ബേസിക്കലി എന്ത് ജംപ് ഹോസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, പക്ഷേ ഈ കോൺസെപ്റ്റിൽ എല്ലാം വർക്കിംഗ് ഫൈൻ ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇൻ ദ സെൻസ് ആസ് എ എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ പേഴ്സൺ അല്ലെങ്കിൽ ക്ലൗഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ചെറിയ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു അപ്രോച്ചിനെ കൊണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. നമുക്ക് ഈ VM എൻറ്റയർലി മാനേജ് ചെയ്യുന്നത് ആരാണ്? ഈ VM ഇവിടെ ഇപ്പോൾ ജംപ് ഹോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന VM എൻറ്റയർലി മാനേജ് ചെയ്യേണ്ടത്, ഇതിന്റെ സെക്യൂരിറ്റി റിസ്ക്, ഇതിലുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ട ആളാരാണ്? നമ്മൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ തന്നെയാണ്. ഇതിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിനകത്തേക്കുള്ള ആക്സസ് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്താ പറയുക, ഈ സെർവർ എന്തെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യുക, ഡൗൺ ആയി കഴിഞ്ഞാലൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം തന്നെ വേറൊരു ബാസ്റ്റിൻ, കാരണം ചിലപ്പോൾ വേറെ ഡെവലപ്പേഴ്സോ അവർക്ക് ചിലപ്പം ആക്സസ് ചെയ്യാനുള്ള ഒരു ഡിലേ വരാം. ഇത് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ വേറൊരു സെർവർ സ്പിന്നപ്പ് ചെയ്ത് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യണം. അപ്പം ബേസിക്കലി ഇതിന്റെ ഹെഡേക്ക് നമ്മുടെ കയ്യിലാണ്. അപ്പം ഇത് വർക്കിംഗ് ഫൈൻ ആണ്. പക്ഷേ ഇതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളാണ് ഇതിന്റെ മാനേജ് ചെയ്യേണ്ടത്. പക്ഷേ അഷ്യൂർ ബാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു സർവീസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആര്? അഷ്യൂർ. ഓക്കെ, ഇതൊരു പാസ് സർവീസ് ആണ്. പാസ് സർവീസ് ആണ് എന്താണ് അറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പണ്ട് സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞാണ്. ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് സർവീസ് ഒക്കെ വരും ഓരോന്ന്. അപ്പം ഇത് പറഞ്ഞാൽ പാസ് സർവീസ് ആണ്. പാസ് സർവീസ് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം സർവീസ്, എൻ്റെ പ്ലാറ്റ്ഫോം ഈവൻ എല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? അഷ്യൂർ ആണ്. ഓക്കെ, അഷ്യൂർ ആണ്. ഇതിനകത്തുള്ള കമ്പ്യൂട്ട്, ഇതിനകത്തുള്ള ഒരു VM ഒക്കെ അവരാണ് മാനേജ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യുക, പ്രോപ്പർലി കോൺഫിഗർ ചെയ്യുക, എന്നിട്ട് അതിനുള്ള ആക്സസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് ആക്സസ് ചെയ്യാം? ആർക്കാണോ ആക്സസ് ചെയ്യേണ്ടത് അവർക്ക് ഇതുവഴി ആക്സസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. മനസ്സിലാക്കുക, കുറെ പോയിന്റ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡയഗ്രാം ഒന്നുകൂടി, ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ബാസ്റ്റിൻ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വേറൊരു മെഷീനിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ബാസ്റ്റിൻ എന്ന് പറഞ്ഞ സർവീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് വെർച്വൽ നെറ്റ്വർക്ക് എന്തായാലും ആവശ്യമാണ്. കാരണം ബാസ്റ്റിനും വെർച്വൽ നെറ്റ്വർക്ക് മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പം നമ്മൾ ബാസ്റ്റിൻ സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്ത് വേണം? അതിന് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്ത് വേണം? സബ്നെറ്റ് വേണം. കറക്റ്റ്. ഓക്കെ, അതായത് ഈ അഷ്യൂറിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ചില സർവീസസ്, ചില നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസിന് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് വേണം? സബ്നെറ്റ് വേണം. ആ സബ്നെറ്റിലേക്ക് വേറെ ആരും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് വേണ്ടി മാത്രമുള്ള സബ്നെറ്റ് ആയിരിക്കും. ഓക്കെ, അത് കൂടാണ്ട് ചില സർവീസസിന്, ചിലതെന്നല്ല, ഓക്കെ, ചില സർവീസസിന് എന്ത് ചെയ്യണം? അവരെന്താ പറയാ, അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അതേ നെയിമും കൊടുക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബാസ്റ്റിനാണ് നിങ്ങൾ ഈ ഒരു സബ്നെറ്റിൽ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു പേര് തന്നെ കൊടുക്കണം. എന്ത്? അഷ്യൂർ ബാസ്റ്റിൻ സബ്നെറ്റ്. ഇതേപോലെ ക്യാപിറ്റൽ ലെറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെ പേര് കൊടുക്കണം. നമ്മൾ പണ്ടൊക്കെ വിനെറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ സബ്നെറ്റ് 1, സബ്നെറ്റ് A, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടത്തിനുള്ള ഒരു പേരൊക്കെ അല്ലേ കൊടുത്തത് നമുക്ക് ഇഷ്ടപ്പെട്ട. അങ്ങനെയല്ല, ഈ ഒരു സബ്നെറ്റിന് ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു വാല്യൂ ഉള്ള സബ്നെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്താലേ അത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ ബാസ്റ്റിൻ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ്. ഓക്കെ, അതേപോലെ തന്നെ ഈ സബ്നെറ്റ് പിന്നെ വേറെ പർപ്പസിനൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ആരെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ? അഷ്യൂർ ബാസ്റ്റിനെ മാത്രമേ ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ മെയിൻ പോയിന്റ് ഉള്ളത്. നമുക്കിത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറേ ഡൗട്ട് നിങ്ങൾക്ക് വരും, എന്നാൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പ്രാക്ടിക്കൽ തന്നെ കാണാം. ഓക്കെ, അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഡയഗ്രത്തിലുള്ള പോലെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത് പരിപാടി ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ റിലേറ്റ് ആവും, മനസ്സിലായിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാണ്. കാരണം നെറ്റ്വർക്ക് എപ്പോഴും ആവശ്യമാണ്. എന്ത് സംഭവമാണെങ്കിലും നമുക്ക് നെറ്റ്വർക്ക് ആവശ്യമാണ്. നമ്മൾ നെറ്റ്വർക്കിനെ പറ്റി പഠിച്ചതിനെ കൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ്വർക്ക് സെപ്പറേറ്റ്ലി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം RG1. എന്നിട്ട് നെറ്റ്വർക്കിന് പേര് കൊടുത്തു VNet1. ഓക്കെ, ഈസ്റ്റ് യുഎസിൽ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, ഇവിടെ കണ്ടോ? അതായത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എനേബിൾ ചെയ്യാം. മാൻഡേറ്ററി അല്ല, ഇവിടുന്ന് തന്നെ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യണോ അഷ്യൂർ ബാസ്റ്റിൻ എന്ന് ചോദിക്കുകയാണ്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്നെറ്റ് ക്രിയേറ്റ് ആവും ബാക്ക് എൻഡിന്. അതൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ കാണിച്ചിരുന്നു. ഇതൊക്കെ ഇപ്പോൾ റീസെന്റ് വന്ന എൻഹാൻസ്മെന്റ് ഭാഗമായിട്ട് അവരെല്ലാം ഈസി ആക്കാണ് കാര്യങ്ങൾ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ്വർക്കിൽ സബ്നെറ്റ് ബാസ്റ്റിന്റെ സർവീസും കൂടി പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്തിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് കാണിക്കാം. നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ലീവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്
നെറ്റ്വർക്കിന്റെ IP സെഗ്മെന്റ് മാത്രം ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുത്തു. ഓക്കെ 192.168.0.0/20 ഓക്കെ ഫൈൻ 23 കൊടുത്തു. ഓക്കെ 512 ഫൈൻ. നെക്സ്റ്റ് ഓക്കെ നമ്മളിവിടെ സബ്നെറ്റ് മാൻഡേറ്ററി ആണല്ലോ അല്ലേ. നമ്മളിവിടെ നേരത്തെ അത് സെലക്ട് ചെയ്തത് കൊണ്ട് ഓട്ടോമാറ്റിക് വന്നു, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ നേരത്തെ എനേബിൾ ഞാൻ ഓപ്ഷൻ കൊടുത്തില്ല, അപ്പം വന്നാണ് സബ്നെറ്റിന്റെ ഡിഫോൾട്ട് പേര്. ഓക്കെ ഇത് ഞാൻ തൽക്കാലം സബ്നെറ്റ് 1 തന്നെ കൊടുത്തു. ഓക്കെ ഇവിടെ 0.0/ ഓക്കെ 24 കൊടുത്തു. 250 ഒരു പെർട്ടിക്കുലർ സബ്നെറ്റിന് മാത്രം. നമ്മൾ നോർമൽ വർക്കിലൂടെയൊക്കെ പ്ലേസ് ചെയ്യാനുള്ള സബ്നെറ്റ് 1. ഓക്കെ ഇത് നോർമൽ സബ്നെറ്റ് ആണ് കേട്ടോ. സേവ്. നെക്സ്റ്റ് ക്രിയേറ്റ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചില സ്ഥലത്തൊക്കെ ചില ആർട്ടിക്കിളൊക്കെ കാണാം, മൈക്രോസോഫ്റ്റിന്റെ ആർട്ടിക്കിൾ കാണാം. അതിൽ ലേൺ മോർ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് റീഡയറക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നോക്കി കഴിഞ്ഞാലും കുറച്ചും കൂടി വായിക്കാനും അതേപോലെ എന്തൊക്കെയാണ് എൻ്റെ സർവീസ് ഒക്കെ പ്യുവർ നല്ല ഇതിൽ പ്ലെയിൻ ഇംഗ്ലീഷിൽ അവർ പ്രോപ്പർലി എഴുതി വെച്ചിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവാനൊക്കെ കഴിയും. ഓക്കെ പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ അത് ഉപകാരപ്പെടും. ഓക്കെ അപ്പോൾ ഇതൊരു വെർച്വൽ നെറ്റ്വർക്ക്. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ടർ ലെയർ ആ ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുകൂടാണ്ട് ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സംഭവം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ സബ്നെറ്റും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സബ്നെറ്റ് 1 നമ്മൾ പേരും കൊടുത്തു. ഓക്കെ സബ്നെറ്റ് 1 നമ്മൾ പേരും കൊടുത്തു ആ സബ്നെറ്റിന്. ഓക്കെ അപ്പോൾ ഇനി വീണ്ടും കെയിം ബാക്ക് ടു ദി പോർട്ടൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സബ്നെറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഡിഫോൾട്ട് സബ്നെറ്റ്, ഐ മീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോർമൽ സബ്നെറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് ഗേറ്റ് വേ സബ്നെറ്റ് അഷ്യൂർ ബാസ്റ്റിയൻ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്ലസ് കൊടുക്കാം. ഓക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ആ ഒരു പർട്ടിക്കുലർ നെയിം തന്നെ ആയിരിക്കണം. ഓക്കെ ആ പർട്ടിക്കുലർ നെയിം തന്നെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്യൂർ ബാസ്റ്റിയൻ സബ്നെറ്റ്. ഓക്കെ ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിനൊക്കെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ when you deploy an Azure Bastion using SQL developer or whatever it may be, the dedicated subnet named this one is required. ഓക്കെ ഈ സബ്നെറ്റ് പേര് ഇത് തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അപ്പം ഇവിടെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്തു, ഈ സബ്നെറ്റിന്റെ പേര് അഷ്യൂർ ബാസ്റ്റിയൻ സബ്നെറ്റ് എന്ന് കൊടുത്തു. ഓക്കെ എന്താണ് സെലക്ട്. ഓക്കെ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡീഫോൾട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഇത് സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്യും, ആ പേര് ഓട്ടോമാറ്റിക്കലി വന്നു. ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ നമ്മളെ ലൈഫ് ഈസിയർ ആക്കാണ്, വേറെ ഒന്നല്ല. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വർക്ക് ഒരു കുറച്ച് തരാണ്. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സബ്നെറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട. ആദ്യമൊക്കെ അങ്ങനെ ചെയ്യണമായിരുന്നു. ഓക്കെ അപ്പോൾ ഞാൻ അത് കൊടുത്തു. പിന്നെ സബ്നെറ്റിന്റെ മിനിമം CADR ഇവർ പറയുന്നത് മിനിമം നമ്മൾ എത്ര കൊടുക്കണം എന്നാണ് പറയുന്നത്. മിനിമം /26 കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തിനാന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മനസ്സിലാക്കുക ഇത് ഇത്രയെങ്കിലും വേണം മിനിമം. ഓക്കെ അതായത് നിങ്ങളിപ്പോൾ ഇവിടെ പോയിട്ട് ഫോർ എക്സാമ്പിൾ 100/ ഓട്ടോമാറ്റിക് തന്നെ /26 ഡിക്റ്റേറ്റ് ചെയ്തു. നിങ്ങൾ ഇവിടെ പോയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഡിക്റ്റേറ്റ് ചെയ്യാണ്ട് അത് കാണിക്കുന്നില്ല, താഴെയുള്ളത് കാണിക്കുന്നില്ല. ഓക്കെ ഫൈൻ 26 കൊടുത്തു. ആദ്യം നമുക്ക് മാനുവലി എഡിറ്റ് ചെയ്യായിരുന്നു. ആ സമയത്ത് 27 or 28 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മിനിമം ഇത് വേണമെന്നാണ് പറയുന്നത്. 25 നിങ്ങൾക്ക് കൊടുക്കാം, 24 നിങ്ങൾക്ക് കൊടുക്കാം. IP ഉണ്ടെങ്കിൽ മിനിമം പക്ഷേ 26 IP വേണം. ഓക്കെ /26 വേണം, 64 IP. അപ്പം അത് കൊടുത്തു, ആഡ് കൊടുത്തു. അപ്പോൾ നമ്മൾ ശരിക്കും എന്താ ചെയ്തത്, ഒന്നും ചെയ്തില്ല. ഒരു സബ്നെറ്റും കൂടെ ക്രിയേറ്റ് ചെയ്തു. അഷ്യൂർ ബാസ്റ്റിയൻ സബ്നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്നെറ്റും കൂടെ ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ബാസ്റ്റിയൻ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ. നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു അഷ്യൂർ ബാസ്റ്റിയൻ സബ്നെറ്റും കൂടെ ക്രിയേറ്റ് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഇനി നമുക്ക് റിയൽ നമ്മുടെ റിസോഴ്സ് എന്താണ്, റിസോഴ്സ് ബാസ്റ്റിയൻ. ഓക്കെ ബാസ്റ്റിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമുക്കൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. VM1 EC2 പ്ലേസ് ചെയ്തു. നോ ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി 2019. ഓക്കെ 2 CPU 4 GB, യൂസർ നെയിം, പാസ്വേഡ്. നെക്സ്റ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നെറ്റ്വർക്കിൽ പ്ലേസ് ചെയ്യാണ്. സബ്നെറ്റ് 1 നിങ്ങൾ കണ്ടോ, മറ്റേ സബ്നെറ്റ് കണ്ടോ ഡിസേബിൾ ആയിരിക്കുന്നത്. കാരണം അവർ പറയുന്നത് ആ സബ്നെറ്റ് വേറെ വർക്കിലോഡിന് എന്ത് പറ്റില്ല, പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അതാണ് അത് ഡിസേബിൾ ആയി കിടക്കുന്നത്. ഓക്കെ നമുക്ക് സബ്നെറ്റ് 1 മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അതേപോലെ ഞാൻ തൽക്കാലം
പബ്ലിക് ഐ പി തന്നെ ഒഴിവാക്കി, വേണ്ട. ഓക്കെ, ഈ വി എമ്മിന് എനിക്ക് പബ്ലിക് ഐ പി വേണ്ട. നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസേബിൾ, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, വി എം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതും കൂടെ ക്രിയേറ്റ് ചെയ്യണം, അഷ്യൂർ ബാസ്റ്റിനും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വി എം പ്ലേസ് ചെയ്തിരിക്കുന്നത്. VM1 കോൺസെപ്റ്റ് മനസ്സിലാക്കണേ, പ്രധാനം അതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ സ്വയം ചോദിക്കുക. എന്തിനാണ് ഈ ബാസ്റ്റിൻ യൂസ് ചെയ്യുന്നത്, ബാസ്റ്റിൻ എവിടെയാണ് യൂസ്ഫുൾ ആവുന്നത്? കാരണം ഇതിനൊക്കെ ചാർജബിൾ ആണ്. ബാസ്റ്റിൻ ഒന്ന് വെറുതെ ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സ് അല്ല, അതിനൊക്കെ ചാർജ് ഉണ്ട് ബേസിക്കലി. അപ്പം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ കമ്പനികൾ ഈ ഒരു സർവീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിയലി അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു ബാസ്റ്റിൻ ക്രിയേറ്റ് ചെയ്തു, ഒരു വി എമ്മും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ വി എമ്മിൽ പോയി കഴിഞ്ഞാൽ ഈ വി എം കറന്റ് പബ്ലിക് ഐ പി ഇല്ല. ഓക്കെ, പബ്ലിക് ഐ പി ഇല്ല. അപ്പൊ ബേസിക്കലി നമ്മൾ ആദ്യമൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പബ്ലിക് ഐ പി ഇല്ലാത്ത വി എം ആക്സസ് ചെയ്തത് വേറൊരു പബ്ലിക് ഐ പി ഉള്ള വി എം എന്നായിരുന്നു അല്ലേ? പക്ഷേ ഈ സിനാരിയോയിൽ നമുക്ക് ഈ ഒരു വി എമ്മിനും പബ്ലിക് ഐ പി ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള സിനാരിയോയിലൊക്കെ, അതായത് ഇപ്പം കുറേ വി എം ഉണ്ട് വിത്തൗട്ട് പബ്ലിക് ഐ പി ആണെങ്കിൽ നമുക്ക് എന്ത് യൂട്ടിലൈസ് ചെയ്യാം? ഈ ബാസ്റ്റിൻ സർവീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ വി എമ്മിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബാസ്റ്റിൻ സർവീസിലൂടെ ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, വി എം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ അറിയില്ല, വി എം ക്രിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ വി എമ്മിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വി എമ്മിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റത്തെ ഓപ്ഷൻ കണക്ട്. ഓക്കെ, ഈ കണക്ട് പോയി കഴിഞ്ഞാൽ നേരെ എന്തിലേക്കാണ് പോകുന്നത്? നമുക്ക് നേറ്റീവ് RDP വഴി, അതായത് ഒന്നുമില്ല, നമ്മളിപ്പോൾ MSTSC എടുക്കുന്നില്ല, അതേ ഓപ്ഷൻ തന്നെയാണ്. ഡൗൺലോഡ് RDP ഫയൽ കൊടുക്കുക, നമ്മൾ നേരെ MSTSC ഓപ്പൺ ആവും. അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല RDP. എന്താ കാര്യം? ട്രൈ ചെയ്യുന്ന ഏത് IP വെച്ചിട്ടാണ്? പ്രൈവറ്റ് IP ആണ്. പ്രൈവറ്റ് IP വെച്ചിട്ട് നമ്മൾ എൻ്റെ മിഷൻ, എൻ്റെ ലോക്കൽ മിഷൻ എനിക്കിത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം നിങ്ങൾക്ക് അറിയാം. കാരണം ഞാൻ ഇരിക്കുന്നത് എൻ്റെ നമ്മുടെ ഹോം നെറ്റ്വർക്കിലാണ്. അതേപോലെ ഈ വി എം ഇരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് ഡാറ്റാ സെന്ററിൽ, അഷൂറിന്റെ ഡാറ്റാ സെന്ററിൽ എവിടെയോ ആണ്. പ്രൈവറ്റ് IP വഴി ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പം നടക്കില്ല സ്വാഭാവികമായിട്ടും. ഓക്കെ, പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഏതാണ്? കണക്ട് വയ ബാസ്റ്റിൻ. ഓക്കെ, കണക്ട് വയ ബാസ്റ്റിൻ. കണക്ട് വയ ബാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ബാസ്റ്റിനിലേക്കാണ് റീഡയറക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? കറന്റ്ലി എൻ്റെ സർവീസ്, എൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ബാസ്റ്റിൻ കറന്റ്ലി ഉണ്ടോ? ഇപ്പൊ കറന്റ്ലി ഉണ്ടോ? ഇല്ല. കറന്റ്ലി ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുന്നത്? കറന്റ്ലി വി ആർ നോട്ട് ഏബിൾ ടു ഡിറ്റക്ട് എനി ബാസ്റ്റിൻ, യു ക്യാൻ ഗോ ആൻഡ് ക്രിയേറ്റ് എന്നാണ് ഇൻഡയറക്റ്റ് ഇവിടെ ഈ ഒരു വിൻഡോയിലൂടെ പറയുന്നത്. ഡിപ്ലോയ് ബാസ്റ്റിൻ, അതായത് ഡിപ്ലോയ് പോയിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിപ്ലോയ് പോകുന്നത്, ഡിപ്ലോയ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ഹവർലി ബേസ് റേറ്റ് ആണ് അതിന് വരുന്നത്. അതൊക്കെയുള്ള ലെവൽ ഓഫ് സംഭവങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ലേൺ മോർ കൊടുത്താൽ നേരെ ആയാലും ആർട്ടിക്കിളിലേക്കും കാര്യങ്ങളിലേക്കും പോയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. അഷൂർ ബാസ്റ്റിന്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ അവർ പറയണം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ നോർമലി വി എമ്മിന് കണക്ട് ചെയ്യാൻ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് സംഭവം. ഓക്കെ, അപ്പോൾ ബാസ്റ്റിൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വി എമ്മിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ബാസ്റ്റിൻ വഴി ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ വഴിയാണ് നമ്മൾ ശരിക്കും ആക്സസ് ചെയ്യുന്നത്. ആ RDP സെഷൻ എവിടെയാണ് വരിക? ബ്രൗസറിലാണ്. സെക്യൂർ ആണ്, HTTPS സെക്യൂർ ആണ്. അവർ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി മെക്കാനിസം ഒക്കെ ബാസ്റ്റിനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ നമ്മൾ മാനുവലി ഒരു ജംപ് ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ സെക്യൂർ ആണ് അഷൂർ ബാസ്റ്റിൻ. ഓക്കെ, കാരണം അവർ ഓൾറെഡി സെക്യൂരിറ്റി ടീമൊക്കെ ഡെഡിക്കേറ്റഡ് ആയ കുറേ ടീമൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള അവർ മാനേജ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് അഷൂർ ബാസ്റ്റിൻ്റെ. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് വറീഡ് ആവേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ കറന്റ്ലി ഈ വി എം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബാസ്റ്റിൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ബാസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഹൗ ക്യാൻ വി ക്രിയേറ്റ്? ഗോ ആൻഡ് സെർച്ച് ഫോർ ബാസ്റ്റിൻ. ഓക്കെ, ബാസ്റ്റിൻ ഒരു സെപ്പറേറ്റ് സർവീസ് ആണ്. ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാനുവലി ഒരു ബാസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സബ്സ്ക്രിപ്ഷൻ, റിസോഴ്സ് ഗ്രൂപ്പ്, ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ആ ബാസ്റ്റിന്റെ പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുത്തു ബാസ്റ്റിൻ 01. ഓക്കെ, ഒരു പേര് കൊടുത്തു ബാസ്റ്റിൻ 01. ഞാൻ അതേ റീജിയനിൽ തന്നെ പ്ലേസ് ചെയ്തു, ഈസ്റ്റ് കോസ്റ്റ്. അത് മാൻഡേറ്ററി ആണ്. ഏതാണ് വി എം ഉള്ളത് അതിനകത്ത് തന്നെ ബാസ്റ്റിൻ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അവൈലബിലിറ്റി സോൺ ഞാൻ തൽക്കാലം
കൊടുക്കുന്നില്ല, ഒഴിവാക്കി, ഇഗ്നോർ ചെയ്തു. കാരണം നമുക്ക് സ്പ്രെഡ് അക്രോസ് ദ ബാസ്റ്റിൻ അങ്ങനെ അവൈലബിലിറ്റി സോൺ വറീഡ് ആണെങ്കിൽ, അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ ഒരു അറിയാലോ ബാസ്റ്റ് അവൈലബിലിറ്റി സോണിന്റെ കേസ് നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ഡാറ്റ സെന്റർ ഇഷ്യൂ ഉണ്ടെങ്കിലും സ്പ്രെഡ് അക്രോസ് ദ അവൈലബിലിറ്റി സോൺ ആണെങ്കിൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ബാസ്റ്റിൻ സ്പ്രെഡ് ചെയ്തോളും. ഓക്കെ, നിങ്ങൾ അതിനെപ്പറ്റി അറിയേണ്ട, ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡ് അത് ചെയ്തോളൂ അവർ. കാരണം ഇത് എന്ത് സർവീസാണ്? ബാസ് സർവീസാണ്. ഓക്കെ, അവർ മാനേജ് ചെയ്തോളൂ ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്നും കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ടയറാണ്. അതായത് ബാസ്റ്റിനിൽ തന്നെ പല ടൈപ്പ് ഓഫ് ടയേഴ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ടിയേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഡെവലപ്പർ ഉണ്ട്, ബേസിക് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രീമിയം ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇവർ ഈ സ്ട്രക്ചർ വെച്ചതുപോലെ തന്നെ ഏറ്റവും ചീപ്പ് ഡെവലപ്പറാണ്, ബേസിക് അതിൻ്റെ മേലെയാണ്, സ്റ്റാൻഡേർഡ് അതിൻ്റെ മേലെയാണ്, പ്രീമിയം ആണ് ഏറ്റവും ലേറ്റസ്റ്റ്, ഇൻ ദ സെൻസ് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാസ്റ്റിൻ സർവീസ് പ്രീമിയം ആണ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡെവലപ്പറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് താഴത്തേക്ക് ഓപ്ഷനൊന്നുമില്ല, പ്രത്യേകിച്ചുള്ള ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ബേസിക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓപ്ഷൻ കാണുന്നുണ്ട്. എന്താണ് ഓപ്ഷൻ കാണുന്നത്? ബേസിക് സെലക്ട് ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്താ കാണിച്ചത്? ഇൻസ്റ്റൻസ് കൗണ്ട് എന്നാണ് കാണിച്ചത്. ഓക്കെ, ആ ഇൻസ്റ്റൻസ് കൗണ്ടിൽ മാക്സിമം 2 ആണ്. നമുക്ക് ഇതിനകത്ത് ഈ 2ൽ കൂടുതൽ ഇൻസ്റ്റൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബേസിക് ടയറിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസ്റ്റൻസ് കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ബാസ്റ്റിൻ, അഷ്യൂർ ബാസ്റ്റിൻ ഒരു പാസ് സർവീസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, പാസ് ആണെങ്കിലും ഇതിന്റെ ബാക്ക് എൻഡിൽ എന്തുണ്ട്? കമ്പ്യൂട്ടർ സെർവർ ഉണ്ട്. കറക്റ്റ്, സെർവർ ഉണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ബേസിക് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ 2 എന്ന് പറയുന്നു. എന്താണ് 2 സെർവർ ഇതിനകത്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നേരിട്ട് ഈ സെർവർ ആക്സസ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം എന്താണ്? ഇതൊരു പാസ് സർവീസ് ആണ്, അവരാണ് മാനേജ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ആർട്ടിപ്പി എടുക്കാനൊന്നും പറ്റില്ല. ഈ സെർവറിലേക്കാണ് ഞാൻ പറയുന്നത്, ഇൻസ്റ്റൻസിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബാസ്റ്റിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 എണ്ണത്തിന്റെ പവർ ഈ ബാസ്റ്റിൻ ഉണ്ടാവും. ഓക്കെ, ആ 2 എണ്ണത്തിന്റെ പവർഫുൾ ആയിരിക്കും ഈ ബാസ്റ്റിൻ. ഓക്കെ, അതായത് നമ്മൾ ബാസ്റ്റിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബാക്ക് എൻഡിലുള്ള VM ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനി വലിയ ഓർഗനൈസേഷൻ ആണ്, ഈ ടീം കുറേ മെമ്പേഴ്സ് ഉണ്ട്, കുറേ മെമ്പേഴ്സ് അവരുടെ ലാപ്ടോപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിരിക്കുന്നുണ്ട്. അവർ ഈ ബാസ്റ്റിൻ വഴിയാണ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നത്? ബാക്ക് എൻഡിലുള്ള VMs ഒക്കെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, ആക്സസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് ജസ്റ്റ് ഒരു ബേസിക് വെച്ചിട്ട് 2 ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ബേസിക് ആണെങ്കിൽ 2 ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ആവുക, ബാസ്റ്റിന്റെ ബാക്ക് എൻഡിൽ. ഓക്കെ, അപ്പോൾ കുറേ ലോഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാസ് സർവീസ് ആണെങ്കിലും ബാസ്റ്റിൻ ആണെങ്കിലും എന്ത് സംഭവിക്കും? അതിന് ലോഡ് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. മനസ്സിലായോ? അതായത് ഒരു ചെറിയ ബേസിക്കും വെച്ചിട്ട് 1000 ആൾക്കാർ ആക്സസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതാണ് ആ ഒരു ഇൻസ്റ്റൻസ് കൗണ്ടിനെ കൊണ്ടുള്ള യൂസ്. ഓക്കെ, അപ്പം ചെറിയ കുറച്ച് പേരൊക്കെയാണ് ആക്സസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ബാസ്റ്റിൻ ബേസിക് തന്നെ യൂസ് ചെയ്യാം, ടയർ. ഓക്കെ, പക്ഷേ കുറച്ചും കൂടിയും കുറേ പേര് ഒറ്റ സിംഗിൾ ബാസ്റ്റിൻ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഗോ വിത്ത് സ്റ്റാൻഡേർഡ് ഓർ പ്രീമിയം. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡിൽ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. ഇനീഷ്യലി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ഒക്കെ തുടങ്ങാം. ഓക്കെ, ഇൻസ്റ്റൻസ് ഒക്കെ തുടങ്ങാം. അപ്പം ബേസിക്കലി 3 വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ബാക്ക് എൻഡ് ഇവിടെ 3 സെർവർ ആണ് ബാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ദ ബാക്ക് എൻഡ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കൂടെ ഇപ്പോൾ ഒരു 1 month ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തപ്പോൾ പെർഫോമൻസ് കുറച്ച് ലാഗ് ആയിട്ട് തോന്നുന്നുണ്ട്, യൂസേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ആ ഒരു ബാസ്റ്റിൻ വഴി പോകുമ്പോൾ കുറച്ച് സ്ലോ ആണ് കണക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിന്റെ ഇഷ്യൂ ഇൻസ്റ്റൻസ് കൗണ്ട് കുറഞ്ഞതിനെ കൊണ്ട് തന്നെയാണ്. അപ്പം നല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ ബാക്ക് എൻഡിൽ കൂട്ടി കൊടുക്കും. ഇത് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഈ സ്ലൈഡ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്താൽ തന്നെ എന്താവും സംഭവം? ഇതിന്റെ ഉള്ളിൽ കൗണ്ട് കൂടും, മിഷന്റെ കൗണ്ട് കൂടും, പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആവും. ഓക്കെ, ഇങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന എത്രയാണ്? 50 വരെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലാവും? ഇങ്ങനെ 50 വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു, എന്ത്? ഈ സബ്നെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ഈ /26 ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്നെറ്റ് മസ്റ്റ് ബി മിനിമം എത്രയെന്ന്, 26 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് ഈ സബ്നെറ്റ് /26 അവർ മാൻഡേറ്ററി ആക്കാൻ പറഞ്ഞത്? ആർക്കെങ്കിലും കത്തുന്നുണ്ടോ എന്തിനായിരിക്കും? അതായത് അതിനുള്ള റിക്വയർമെന്റ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് 50 ആണ് മിഷൻ. 50 പറഞ്ഞാൽ എക്സാക്ട് 50 കിട്ടുമോ? ഞാൻ പഠിപ്പിച്ച കാൽക്കുലേഷൻ ഓർക്കുന്നുണ്ടോ? അപ്പോൾ 50 എന്ന് പറഞ്ഞാൽ 50 ആണ് അവർക്ക് മാക്സിമം. നിങ്ങളിപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബാസ്റ്റിൻ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആക്കണമെങ്കിൽ 50 വരെ പോവുള്ളൂ. 50 വരെ പോകണമെങ്കിൽ എത്രയാണ് ഏറ്റവും മിനിമം CADR? നമ്മൾ ഇനീഷ്യൽ നെറ്റ്വർക്കിൽ പഠിച്ച കോൺസെപ്റ്റ് തന്നെയാണ് ഇത് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പോകണമെങ്കിൽ മിനിമം /26 വേണം. /26 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ആ /26ന്റെ വാല്യൂ അവിടെ മിനിമം വേണം എന്ന് അവർ പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ തൽക്കാലം ഒരു ബേസിക് തന്നെ ടയർ തന്നെ യൂസ് ചെയ്യാണ്. ഓക്കെ, ബേസിക് ആകുമ്പോൾ 2 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ നമ്മളിവിടെ നെറ്റ്വർക്ക് ഇവിടെ നിന്ന് ഈ എറർ വരാൻ കാരണം നമ്മൾ സബ്നെറ്റ് ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ സബ്നെറ്റ് സെലക്ട് ചെയ്താൽ എററൊക്കെ പോകും. ഇത് ക്ലിയർ അല്ല, ഈ ടയറിന്റെ കാര്യങ്ങൾ ക്ലിയർ അല്ല. പ്രീമിയം ആകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഇൻസ്റ്റൻസ് കൗണ്ട് സെയിം തന്നെയായിരിക്കും പ്രീമിയം ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ബേസിക് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് സെലക്ട് ചെയ്യണം. എന്ത് പറ്റി? ഓക്കെ, ഈ റീജിയൻ മാറി കൊടുത്ത അതാണ്. ഓക്കെ, ഫൈൻ. ഈസ്റ്റ് നമ്മളെ ബാസ്റ്റിയൻ സബ്നെറ്റ് ഏത് റീജിയനിലാണ് ക്രിയേറ്റ് ചെയ്തത്? ഈസ്റ്റ് യുഎസിലാണ്. ഓക്കെ, ബേസിക് വെർച്വൽ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്ത്, കണ്ടോ? ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത്, നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി /26 കൊടുത്തു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇതിപ്പം ബാസ്റ്റിൻ ആണെങ്കിലും ബാസ്റ്റിൻ എന്തുണ്ട്, നമ്മൾ വെളിയിൽ നിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് IP വേണം ബാസ്റ്റിന്? പബ്ലിക് IP വേണം, മാൻഡേറ്ററി ആണ്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഷ്യൂർ ആണ്, അതുകൊണ്ട് എല്ലാം സെക്യൂർ ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് IP ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവർ സെക്യൂർ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പബ്ലിക് IP ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് തോന്നുന്നതിനകത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, തൽക്കാലം ഇത് മാത്രം അലോ ചെയ്തു. പബ്ലിക് IP ഞാൻ ക്രിയേറ്റ് ചെയ്തു, പുതിയത് ക്രിയേറ്റ് ചെയ്യണം. ആ പബ്ലിക് IPയുടെ പേരാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ബാസ്റ്റിയൻ IP. ഓക്കെ, ബാസ്റ്റിയൻ IP കൊടുത്തു. റിമൈനിങ് എല്ലാം ഞാൻ അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ്. ഇതിനകത്ത് കുറേ ചില സംഭവങ്ങളൊന്നും ബേസിക് ടയറിൽ സപ്പോർട്ട് ചെയ്യില്ല, പ്രീമിയത്തിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് നമുക്ക് കോപ്പി പേസ്റ്റ്, അതേപോലെ നേറ്റീവ് RTPൻ്റെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈസി അല്ല, അതൊക്കെ കുറച്ച് കോൺഫിഗറേഷൻ ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ സാധാരണ യൂസ് ചെയ്യാറുള്ളത് നോർമൽ ബാസ്റ്റിയൻ, അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് ഇത് ക്രിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും തോന്നുന്നു ക്രിയേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ബാസ്റ്റിയൻ. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തു. ഇത് ഇനി ക്രിയേഷൻ നടക്കും, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ബാസ്റ്റിയൻ ക്രിയേഷൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. പെട്ടെന്ന് ചില സർവീസ് അങ്ങനെയാണ്. അഷ്യൂറിൽ ചില പ്രത്യേകിച്ച് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഈ ബാസ്റ്റിയൻ ഉണ്ട്. അതേപോലെ വെർച്വൽ നെറ്റ്വർക്ക് ഗേറ്റ് വേ, നമ്മൾ VPN യൂസ് ചെയ്യുന്ന അതിന് നല്ല ടൈം എടുക്കും. അതേപോലെ അഷ്യൂർ ഫയർവാൾ എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്, അതിന് അങ്ങനത്തെ കുറച്ച് സർവീസസുകൾ. പിന്നെ SQL മാനേജ്ഡ് ഇൻസ്റ്റൻസ്, ഇങ്ങനെയുള്ള സർവീസൊക്കെ ഭയങ്കര ടൈം എടുക്കുന്നതാണ്. ബാസ്റ്റിയൻ കമ്പാരിറ്റീവ്ലി കുറവാണ്, എനിക്ക് തോന്നുന്നു 8 to 10 മിനിറ്റ്സ് ഒക്കെ എടുക്കും തോന്നുന്നു. ഇപ്പം അപ്ഡേറ്റ് എന്തെങ്കിലും എൻഹാൻസ്മെന്റ് വന്നിട്ടുണ്ടോ അറിയില്ല. റീസെൻ്റ്ലി ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഒരു 1 month മുന്നേ ക്രിയേറ്റ് ചെയ്തപ്പോഴൊക്കെ 10 മിനിറ്റ്സിൻ്റെ എടുത്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആവാൻ. ഓക്കെ, അതവിടെ ക്രിയേറ്റ് ആവട്ടെ, നമുക്ക് ക്രിയേഷൻ കാണാം. ഞാൻ ഈ ഒരു ഡെമോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേറൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഓക്കെ ഇത് ഇവിടെ നിന്നോട്ടെ. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്ക് ഇതാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ ബാസ്റ്റിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇത് കൂടാതെ ഞാൻ ഒരു നെറ്റ്വർക്കും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ക്രിയേറ്റ് ചെയ്യാണ്, കുറച്ച് പോയിന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതൊക്കെ അഡ്വാൻസ്ഡ് ആണ്. ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് 2 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് പ്ലേസ് ചെയ്യാണ്, VNet 2. നെക്സ്റ്റ്, ഇത് ഞാൻ വേറെ റീജിയനിൽ വെക്കാണ്. ഫോർ എക്സാമ്പിൾ മേ ബി UK സൗത്ത്. നെക്സ്റ്റ് നെക്സ്റ്റ് ക്രിയേറ്റ്. നമ്മൾ 2 നെറ്റ്വർക്ക് ക്രിയേറ്റ്, നമ്മൾ ബാസ്റ്റിൻ എന്തായി, ബാസ്റ്റിൻ ക്രിയേഷൻ കഴിഞ്ഞോ? VNet ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ബാസ്റ്റിൻ സ്റ്റിൽ ക്രിയേറ്റിംഗ്. ഓക്കെ, ഇവിടെ വന്ന് ജസ്റ്റ് ഡിപ്ലോയ്മെന്റ് കണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, നല്ല ബാസ്റ്റിൻ തന്നെയാണ്. ഓക്കെ, ടൈം കൺസ്യൂമിംഗ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. 12:57 തുടങ്ങി 5 മിനിറ്റ് ആയി, സ്റ്റിൽ ഗോയിങ് ഓൺ. ഓക്കെ, വെർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഫൈൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തു, 2 വെർച്വൽ. അപ്പോൾ ഒരു VM കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു VM കൂടെ ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്കിൽ, അതായത് ഈ ഒരു VM2 ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാം ഒരേ റിസോഴ്സ് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്ത് കണ്ടത് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട കേട്ടോ, നമുക്ക് വേണമെങ്കിൽ മാറ്റി ക്രിയേറ്റ് ചെയ്യാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, നിങ്ങളുടെ കൺവീനിയൻസ് ആയിട്ട് ചെയ്യാം. UK സൗത്ത് ഇൻഫ്രാസ്ട്രക്ചർ.
നമ്മളെപ്പോഴും ഓരോരോ പ്രൊജക്റ്റും അതേപോലെ ഇതിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യാം, റിസോഴ്സ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പ്ലേസ് ചെയ്യാം. ഒരു ഫോൾഡർ പോലെ തന്നെ സ്ട്രക്ചർ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വിനെറ്റ് 2 ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് എന്തുകൊണ്ടായിരിക്കും? വിനെറ്റ് 2 മാത്രം ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്ത് എന്താണ് കാരണം? ഞാനിപ്പോൾ ഈ VM ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നേരെ വിനെറ്റ് 2 കൂടെ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തു, വിനെറ്റ് 1 കാണിക്കുന്നില്ല. എന്താണ്? ഒന്നുമില്ല. ചോദ്യം സിമ്പിൾ ആണ്. നമ്മളിവിടെ UK സൗത്ത് സെലക്ട് ചെയ്തതിനെ കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ അത് കാണിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, കാരണം വിനെറ്റ് 2 ഇരിക്കുന്നത് UK സൗത്തിലാണ്. ഓക്കെ, റീജിയൻ ബേസിലാണ് നെറ്റ്വർക്ക് എന്ന് ചോദിക്കാറ്, ആരും മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞാണ് ഞാൻ, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പം ഞാൻ വിനെറ്റ് 2 സെലക്ട് ചെയ്തു. അതിനകത്തുള്ള വേറെ സബ്നെറ്റ് പ്രത്യേകിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല, ഡീഫോൾട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ഫൈൻ. ഓക്കെ, അതേപോലെ പബ്ലിക് API ഞാൻ ക്യാൻസൽ ചെയ്തു, എനിക്ക് വേണ്ട. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസേബിൾ, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഇത് കണ്ടോ, സെയിം കമ്പ്യൂട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്, പക്ഷേ UK സൗത്ത് ആയപ്പോൾ പ്രൈസ് ചെറിയൊരു സ്ലൈറ്റ്ലി ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കുക, റീജിയൻ വൈസും കോസ്റ്റ് മാറും. ഓക്കെ, സെയിം കമ്പ്യൂട്ട് ആണെങ്കിൽ പോലും, സെയിം OS ആണെങ്കിൽ പോലും മാറും. ഓക്കെ, ഇവിടെ നമ്മൾ 2022 ആണ് യൂസ് ചെയ്തതെങ്കിലും OSന്റെ സെർവറിനൊക്കെ ഒരു റേറ്റ് ആയിരിക്കും ലൈസൻസിങ്ങിന് വരുന്നത്, വിൻഡോസ് സെർവറിനൊക്കെ. പക്ഷേ കമ്പ്യൂട്ടിൻ്റെ ഇതിൽ ഓരോരോ റീജിയൻ അനുസരിച്ചിട്ട് എന്ത് മാറും, ചാർജ് മാറും. ബാസ്റ്റിൻ സ്റ്റിൽ ക്രിയേറ്റ് ആയിട്ടില്ല. ഇപ്പം നമ്മൾ ബാസ്റ്റിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് VM, ഓക്കെ, മനസ്സിലാക്കുക, ബാസ്റ്റിൻ ഞാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ബാസ്റ്റിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബാസ്റ്റിൻ ക്രിയേറ്റ് ആയി. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ബാസ്റ്റിൻ ക്രിയേറ്റ് ആയി, നമുക്ക് ട്രൈ ചെയ്യാം. നമ്മളെ രണ്ട് VM നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് VMനും പബ്ലിക് API എന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആക്സസ് ചെയ്യാൻ പോവാണ് ഈ VM. എങ്ങനെ? ബാസ്റ്റിൻ്റെ സഹായത്തിലൂടെ. ഓക്കെ, അപ്പോൾ ഞാൻ VM സെലക്ട് ചെയ്തു. VM സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച അതേ സ്ഥലത്തേക്ക് പോവാണ്. കണക്ട്, ഈ കണക്ട് വർക്ക് ആവില്ല എന്ന് നിങ്ങൾക്ക് അറിയാം, കാരണം പ്രൈവറ്റ് IP ആണ് ഇപ്പോൾ ഉള്ളത്. പ്രൈവറ്റ് IP-യിലേക്ക് നമുക്ക് RDP നമ്മുടെ മെഷീനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാസ്റ്റിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യാൻ പോവാണ്, കണക്ട് വയ ബാസ്റ്റിൻ. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞാൽ നേരത്തെ വിൻഡോയും ഈ വിൻഡോയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? അപ്പം നേരത്തെ കാണിച്ചു തന്നതും ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? നേരത്തെ നമ്മൾ കണക്ട് ചെയ്യാൻ നേരത്തെ ബാസ്റ്റിൻ്റെ അവിടെ എന്തായിരുന്നു, ഡിപ്ലോയ് ബാസ്റ്റിൻ എന്ന് പറഞ്ഞത്. അപ്പം ബാസ്റ്റിൻ ഇല്ലായിരുന്നു. പോയിന്റ് മനസ്സിലാക്കുക, ബാസ്റ്റിൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളിവിടെ ബാസ്റ്റിൻ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തു. എന്ത്? നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബാസ്റ്റിനെ ഡിറ്റക്ട് ചെയ്തു. കാരണം ഈ VM ഇരിക്കുന്നതും ഈ ബാസ്റ്റിൻ ഇരിക്കുന്നതും ഒരേ എന്തിലാണ്, നെറ്റ്വർക്കിലാണ്. പോയിന്റ് ഒക്കെ മനസ്സിലാക്കുക. ഇത് തമ്മിൽ ബൈ ഡിഫോൾട്ട് എന്തുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സെയിം പോയിന്റ് തന്നെ, നമ്മൾ ആദ്യം പഠിച്ച സെയിം പോയിന്റ് തന്നെ, കുറച്ചും കൂടി വേറെ രീതിയിൽ വന്നു എന്നുള്ളൂ. മനസ്സിലായില്ലേ? അഷ്യൂർ ബാസ്റ്റിൻ സബ്നെറ്റ് ആണെങ്കിലും നോർമൽ സബ്നെറ്റ് ആണെങ്കിലും എന്ത് സബ്നെറ്റ് ആണെങ്കിലും അത് തമ്മിൽ എന്താണ്, ബൈ ഡിഫോൾട്ട് സിസ്റ്റം റൗട്ട് ഉണ്ട്, ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ VM 1 വന്നിട്ട് ഞാൻ ബാസ്റ്റിനിലൂടെ കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തപ്പം അവർ പറഞ്ഞു, ഓക്കെ, ഞങ്ങളൊരു ബാസ്റ്റിൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിലൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. എന്നിരുന്നാലും നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ഈ VMന്റെ യൂസർ നെയിമും പാസ്വേഡും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആ ലോക്കൽ യൂസർ നെയിം ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത യൂസർ നെയിം കൊടുത്തു, അതേപോലെ അതിൻ്റെ പാസ്വേഡും കൊടുത്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കണക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ടാബിൽ ഓപ്പൺ ആവുന്നത് കണ്ടോ? ബേസിക്കലി അതെന്താ സംഭവിക്കുന്നത്, ആ ബാസ്റ്റിൻ സർവീസിൻ്റെ ഹെൽപ്പിലൂടെ ഞാൻ ആ VMന്റെ സെഷൻ, അതിപ്പം വിൻഡോസ് ആണെങ്കിൽ RDP, ലൈനക്സ് ആണെങ്കിൽ സെഷൻ, SSH സെഷൻ പോലെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ബാസ്റ്റിൻ്റെ യൂസ് വരുന്നത്. ഇത് സെക്യൂർ ആണ്, ഇത് ഭയങ്കര സെക്യൂർ ആണ്. ഇത് HTTPS കണക്ഷൻ ആണ്. ഇങ്ങനെ ബ്രൗസറിലൂടെ RDP എടുക്കുന്നതിനെ കൊണ്ട് സെക്യൂർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഡൗട്ട് ഒന്നും വേണ്ട. അതൊക്കെ സെക്യൂർ ആണ്. അവരെല്ലാം സെക്യൂർ ആയിട്ടുള്ള ഇതിലൂടെ തന്നെയാണ്, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് ആണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നോർമൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടുന്ന് വർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ബേസിക്കലി ആ ഒരു സെഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക, ഇതിൻ്റെ യൂസ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് കമ്പനിക്ക് ചിലപ്പോൾ ഓഫീസ് സെറ്റപ്പ് ഉണ്ടാവില്ല, VPN ഉണ്ടാവില്ല, അങ്ങനെയുള്ള സിനാരിയോയിലൊക്കെ അവർക്ക് അഷ്യൂർ മാത്രം, അവരുടെ എല്ലാ വർക്കിലൂടെ ഇരിക്കുന്നത് അഷ്യൂറിൽ മാത്രമാണ്. അങ്ങനെയൊക്കെ സിനാരിയോ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അഷ്യൂറിൽ മാത്രമാണ് അവരുടെ വർക്കിലൂടെ ഇരിക്കുന്നത്. അപ്പോൾ അഷ്യൂറിൽ തന്നെ ത്രൂ തന്നെ എന്തെങ്കിലും സർവീസിലൂടെ അവർക്ക് ആക്സസ് ചെയ്യണം, VMs പ്രൈവറ്റ് IP വഴി. അങ്ങനെയൊക്കെയുള്ള സിനാരിയോയിൽ ബാസ്റ്റിൻ വളരെ യൂസ്ഫുൾ ആണ്. അത് കൂടാണ്ട് വേറെ നെക്സ്റ്റ് യൂസ് കേസ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പല വെൻഡേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ
പല വെൻഡേഴ്സ് ഈവൻ ക്ലയൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ. ഓക്കെ, അപ്പോൾ അഷ്യൂർ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്ന ചിലപ്പം നിങ്ങളായിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവുക, അതായത് നിങ്ങളുടെ സർവീസ് ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള നിങ്ങളായിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ക്ലയന്റ് തന്നെ ആയിരിക്കും നേരിട്ട് മാനേജ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അവർക്ക് നേരിട്ട് ഒരു ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് അവരുടെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ള സിനാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ വി എം നിങ്ങൾക്ക് ഒരു ബാസ്റ്റിൻ ഡിപ്ലോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാസ്റ്റിനിലേക്കുള്ള ആക്സസ് വരും. നിങ്ങൾ എന്നിട്ട് പോർട്ടൽ അഷ്യൂർ പോർട്ടലിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ ആക്സസ് ചെയ്ത പോലെ തന്നെ ആ പോർട്ടലിൽ നിന്ന് ആ വി എം മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് ആർബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ആക്സസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഒരു പർട്ടിക്കുലർ വി എമ്മോ അല്ലെങ്കിൽ 1-2 വി എമ്മോ മാത്രം ഒരു യൂസർക്ക് ആക്സസ് കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് ബാസ്റ്റിനിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് കൊടുക്കാം. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നേരെ അവർ ആ ഒരു ക്ലൗഡ് എൻവയോൺമെന്റിൽ എത്തി ഇവിടെ നമുക്ക് അവർക്ക് ആ വി എമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന വേറെ എന്തെങ്കിലും സർവീസസ് ഉണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ബാസ്റ്റിൻ സർവീസ്. ഒരു പോയിന്റ് കൂടെ അതിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പോയിന്റ് കൂടെ നിങ്ങളോട് പറഞ്ഞുതരാം. ഓക്കെ, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ സിനാരിയോയില് ഓക്കെ, അതായത് ബാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സർവീസ് ആണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇതിന് ഹവർലി റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതിന് ഹവർലി റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും ഇതിന് ഹവർലി റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം റേറ്റ് ഉണ്ട്. കാരണം ഇതിനകത്തുള്ള ബേസിക് അതിന് കൂടെ 2 കമ്പ്യൂട്ടറിന്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് അവർ എടുക്കും. ഓക്കെ, 2 കമ്പ്യൂട്ടറിന്റെ ചാർജ് അവർ സ്വാഭാവികമായിട്ടും എടുക്കും. ഓക്കെ, അപ്പം ഈ ബാസ്റ്റിൻ വെച്ചിട്ട് നമുക്കിപ്പം ഈ നെറ്റ്വർക്കിനകത്തുള്ള ഏത് വി എം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ സബ്നെറ്റിൽ വീണ്ടും ഒരു വി എം ക്രിയേറ്റ് ചെയ്തു, പ്രൈവറ്റ് ഐ പി മാത്രം കൊടുത്തിട്ട്. അതേപോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ നമുക്ക് ഏത് ബാസ്റ്റിൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം, ഈ ബാസ്റ്റിൻ ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പം കമ്പനികൾ വലുതാവും, അവർ വീണ്ടും വീണ്ടും പല നെറ്റ്വർക്കൊക്കെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. സോറി ഞാൻ പറഞ്ഞ മാറിപ്പോയത്, ഞാൻ മാറി സബ്നെറ്റ് ഇതിനകത്ത് പറ്റില്ല, സോറി ഞാൻ അത് റോങ് ആയിട്ട് വരച്ചാണ്. ഓക്കെ, അതായത് പല സബ്നെറ്റിലായിട്ട് ഉണ്ടാവും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മാറിപ്പോയതാണ് ഇവിടെ. ഓക്കെ, ഇതുണ്ടാവില്ല, അത് വെരി ഗുഡ്. ബേസിക്കലി ഇതിനകത്ത് വേറെ നമുക്ക് ഒന്നും പ്ലേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് വേറെ സബ്നെറ്റ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പം അതിനകത്തേക്കൊക്കെ ഈ ബാസ്റ്റിൻ വഴി നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അലൗഡ് ആണ് ബിക്കോസ് സിസ്റ്റം റൂട്ട്സ് എല്ലാ സബ്നെറ്റും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇപ്പൊ 2 സബ്നെറ്റ് മൂന്നാമത്തെ സബ്നെറ്റ് ഉണ്ടെങ്കിൽ ഒക്കെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ വേറൊരു നെറ്റ്വർക്ക് ഉണ്ട്, അത് 1 or 2 വേറെ 2-3 നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. അവിടെ നമ്മൾ പിന്നീട് ഓരോ വി എം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒരു അഷ്യൂർ ബാസ്റ്റിൻ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ ഒരു ബാസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ കമ്പനി കോസ്റ്റ് സേവിങ് വളരെയധികം എന്താ പറയാ ശ്രദ്ധിക്കുന്ന ഇതാണ്. അതേപോലെ ക്ലൗഡിൽ എന്ത് സാധനം ക്രിയേറ്റ് ചെയ്താലും ചാർജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ബാസ്റ്റിൻ തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഈ വി എമ്മും ആക്സസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, അത് ടിയറിങ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ റീസെന്റ് കണ്ടുപിടിച്ച സംഭവങ്ങളാണ്. അത് ബേസിക്കലി ഇങ്ങനെ ചെയ്താലും ഇത് അലോ ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ റീസെന്റ് ആണ് മനസ്സിലാക്കിയത്. ഓക്കെ, അതായത് ഇങ്ങനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ കറന്റ് ഈ വി എമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഈ വി എമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ കണക്ട് അഷ്യൂർ ബാസ്റ്റിൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ ഇനീഷ്യലി കണ്ട പോലത്തെ സംഭവമായിരിക്കും ചോദിക്കുക, എന്ത് ഡിപ്ലോയ് ബാസ്റ്റിൻ. കാരണം ഈ VM2 ഇരിക്കുന്നത് എൻറ്റയർലി വേറൊരു നെറ്റ്വർക്കിലാണ്, ബാസ്റ്റിൻ ഇരിക്കുന്നത് എൻറ്റയർലി വേറൊരു നെറ്റ്വർക്കിലാണ്. ഇപ്പൊ കറന്റ് ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടില്ല, അതിന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം അത് വർക്ക് ആവുന്നുണ്ടോ. അതായത് വെർച്വൽ നെറ്റ്വർക്കിൽ പോയിട്ട് VM1 ഇവിടെ, സോറി മറ്റേ VM ഇവിടെയാണ്, മറ്റേത് ബാസ്റ്റിൻ VNet 1-ലുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പിയറിംഗിൽ പോയിട്ട് ട്രൈ ചെയ്തു പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, പേര് കൊടുത്തു VNet റിമോട്ട് വെർച്വൽ നെറ്റ്വർക്ക് പിയറിംഗ് VNet 2. നേരെ തിരിച്ചാപ്പം വരുന്നത്. ഓക്കെ, VNet 1. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വെർച്വൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു, രണ്ടാമത്തെ നെറ്റ്വർക്ക് ബേസിക്കലി. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം ഈ നെറ്റ്വർക്ക് ഉള്ളത് വേറൊരു റീജിയനിലാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യാണ് കണക്ട് ചെയ്യാൻ. ലോക്കലാണ് നമുക്ക് VNet 1 എന്നിട്ടുള്ള 2 എന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, കുറെ എൻഹാൻസ്മെന്റ് അഷ്യൂർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നില്ല, ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പിയറിംഗ് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ ആയി കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയിട്ട് പിയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇനി ഈ VM-ലേക്ക് പോയി കഴിഞ്ഞാൽ, ഏത് സെക്കൻഡ് VM നേരത്തെ നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്ന ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ എന്ത് കാണിക്കും, ആ ഒരു ബാസ്റ്റിനും കൂടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, അതായത് അത്രയ്ക്കും സപ്പോർട്ടീവ് ആണ് ബാസ്റ്റിൻ. വേറൊരു പിയറിംഗ് പോലും ബാസ്റ്റിൻ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ VM-ലും ആക്സസ് ചെയ്യാം. ഓക്കെ,
ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അറ്റ്ലീസ്റ്റ്. ഓക്കെ, ബാസ്റ്റിയൻ പിയറിംഗ് മറ്റെങ്ങനെയുള്ള സിനാരിയോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും പിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പിയറിംഗ് ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും. VM ആണ് നമ്മൾ ഓൾറെഡി ബാസ്റ്റിയൻ വഴി ഉപയോഗിച്ചു. പിയറിംഗ് സോറി ഇതും ഇപ്പോൾ കണ്ടിന്യൂ എന്ത് പറ്റി? ഓക്കെ, ഇപ്പൊ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഈ VM2 ഉള്ളത് ഇരിക്കുന്നത് UK സൗത്ത് അല്ലെങ്കിൽ ലണ്ടനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആക്സസ് ചെയ്യാൻ പറ്റി. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാസ്റ്റിയൻ ആൻഡ് പിയറിംഗ്. രണ്ട് സർവീസ് അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം പല അഷ്യൂർ സർവീസും നമ്മൾ പഠിക്കുന്തോറും ഓരോ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഐഡിയ വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചു തന്നത്. ഇത് കാണിച്ചു തരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ്. ഓക്കെ, പിയറിംഗ് നമ്മൾ ഇൻഡയറക്ട്ലി ഇവിടെ എന്ത് ചെയ്തു? യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് അതേപോലെ ഇനി ബാസ്റ്റിയനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പം രണ്ടാമത്തെ ആക്സസ് ചെയ്യുമ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്തു, എനിക്ക് മൊത്തത്തിലൊരു സ്ലോനെസ് ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ പേര് ഇത് ആക്സസ് ചെയ്യുന്നുണ്ട്, കുറേ ബാസ്റ്റിയൻ വഴി VMs ആക്സസ് ചെയ്യുന്നുണ്ട്, ബാക്ക് എൻഡിലുള്ള VMs 100 കണക്കിന് VMs ഉണ്ട് നമുക്ക്. ഓക്കെ, അതൊക്കെ ഈ ബാസ്റ്റിയൻ സിംഗിൾ ബാസ്റ്റിയൻ വഴിയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വന്ന് ഇതിൻ്റെ ഒരു ഇവിടെ വന്ന സെക്ഷൻസ് കാണാം കേട്ടോ. ബാസ്റ്റിയനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ സെക്ഷൻ യൂസ് ചെയ്യുന്നുള്ളതൊക്കെ ലോഡ് ചെയ്യും. ഓക്കെ, VM1 യൂസ് ചെയ്യുന്നുണ്ട് ആരോ, VM2 യൂസ് ചെയ്യുന്നുണ്ട്, ആ സെഷൻ ഡീറ്റെയിൽസ് യൂസർ നെയിം ഇതാണ്, ഒരു അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് കറന്റ് ഇപ്പോൾ എത്ര സെഷൻ ഉണ്ടെന്നൊക്കെ AS an അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എത്ര സെഷൻ റൺ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഇൻസ്റ്റൻസ് കൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്, അതായത് നമുക്ക് ബേസിക് ആണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. ഞാനിപ്പോൾ ബേസിക് ആയിരുന്നു യൂസ് ചെയ്ത്, വേണമെങ്കിൽ സ്റ്റാൻഡേർഡിലേക്ക് മാറാം. ഓക്കെ, സ്റ്റാൻഡേർഡിലേക്ക് മാറി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഡൗൺ ടൈം നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, മാറ്റാം നിങ്ങൾക്ക്. ഐ മീൻ ബേസിക് പോരാ, ബേസിക്കിൽ ആകെ 2 എണ്ണമല്ലേ മാക്സിമം കിട്ടുന്നുള്ളൂ. അപ്പം അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡിലേക്ക് പോവാം. ഓക്കെ, ഇതിനകത്ത് ചില ആൾക്കാർക്കുള്ള ഒരു സംശയമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈവൻ വർക്ക് ചെയ്യുന്നവർക്ക് പോലുള്ള സംശയമാണ്. ഈ ബേസിക് ക്രിയേറ്റ് ചെയ്ത് എത്ര എണ്ണമാണ് ഞാൻ പറഞ്ഞത്? 2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്ന പറഞ്ഞു. അതേപോലെ ഓരോന്നിനും സ്റ്റാൻഡേർഡിനാകുമ്പം നമുക്ക് 2 മുതൽ 50 വരെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാൻ സെൻസ് ആ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ കമ്പ്യൂട്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, ചിലവർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ബേസിക് ഡേറ്റ 2 ആയതിനെ കൊണ്ട് ആ 2 സെഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതല്ല കേട്ടോ, 2 സെഷൻ അല്ല. ഓരോരോ മിഷൻ ഉണ്ടെങ്കിലും 20 സെഷനാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വിത്ത് ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. ഓക്കെ, സെഷൻ അല്ല, അതിൻ്റെ ഉള്ളിലത്തെ കമ്പ്യൂട്ടിന്റെ എണ്ണം മാത്രമാണ് ഈ 2 അല്ലെങ്കിൽ 50 എന്നൊക്കെ പറഞ്ഞ നമ്പർ. ഓക്കെ, അല്ലാതെ സെഷൻ അല്ല. എത്ര VM ഇതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള സെഷൻ അല്ല ഈ നമ്പറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.